ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ അതിരാവിലെ ഞാൻ നല്ലൊരു കായലിൻ്റെ സൈഡിൽ നിൽക്കുവാണ്. നല്ല നാടൻ മീനൊക്കെ വരുന്ന നല്ല കരിമീനും നല്ല നാടൻ കൊഞ്ചും അതുപോലുള്ള ഒരുപാട് കിടിലൻ മീനുകൾ കിട്ടുന്ന കായലിൻ്റെ സൈഡിൽ നിൽക്കുവാണ്. നമ്മൾ ആറ്റിങ്ങൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ മുരുക്കുംപുഴ എന്ന് പറയുന്നൊരു അതിമനോഹരമായിട്ടുള്ളൊരു ഏരിയ ഉണ്ട്. മുരുക്കുംപുഴ അത് പലർക്കും അറിയാൻ പറ്റും. അപ്പോൾ മുരുക്കുംപുഴയിൽ നല്ല കിടിലൻ നാടൻ മീനുകളൊക്കെ വല പിടിച്ച് കൊണ്ടുവന്ന് ലേലം ചെയ്തു പോകുന്നൊരു സ്ഥലമുണ്ട്. അപ്പോൾ അത് കാണാൻ വേണ്ടി രാവിലെ ഞാൻ ഇങ്ങോട്ട് വന്നേക്കുവാണ്. അപ്പോൾ ഇവിടുത്തെ വീഡിയോ ആണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ ജസ്റ്റ് നമുക്ക് ആ ഒരു ലേല കാഴ്ചകളും വള്ളങ്ങളിൽ മീൻ കൊണ്ടുവരുന്നതും ഇവിടുത്തെ ആൾക്കാരെയും ഒക്കെ ജസ്റ്റ് ഒന്ന് കറങ്ങി കാണാം. നേരമൊക്കെ വെളുത്ത് വരുന്നതേ ഉള്ളൂ. ഞാൻ ഏകദേശം ഒരു 6 മണിക്കകത്ത് തന്നെ ഈ മുരുക്കുംപുഴ എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. നമ്മൾ ഈ കാണുന്ന കായൽ കഠിനകുളം കായലാണ്. നമ്മൾ വേളി ടൂറിസ്റ്റ് വില്ലേജ് വരെ ഇങ്ങനെ നീണ്ടു കിടക്കുന്ന ഒരു കായൽ ഭാഗമാണ് കഠിനകുളം കായൽ. അതായത് നമ്മൾ തിരുവനന്തപുരം ലുലു മാളിൻ്റെ ആ ഭാഗത്തൊക്കെ കാണുന്നത് ഇതിൻ്റെ ബാക്കി ഭാഗങ്ങളൊക്കെയാണ്. അപ്പോൾ ഇവിടെ പുതിയ എന്തോ പരിപാടികളൊക്കെ വരുന്നുണ്ട്. ആലപ്പുഴയായി ബന്ധിപ്പിച്ചുകൊണ്ട് ഹൗസ് ബോട്ടിൻ്റെ പരിപാടിയൊക്കെ തുടങ്ങുന്നു ഇവിടുത്തെ നാട്ടുകാരൊക്കെ പറയുന്നുണ്ട്. അതിൻ്റെ കുറച്ച് സംഭവങ്ങളൊക്കെയാണ് നമ്മൾ ഈ സൈഡിലായിട്ട് കാണുന്നത്. ആദ്യം ഞാൻ കണ്ടത് ഈ ഒരു ചേട്ടനെയാണ്. തലേ ദിവസം ഇട്ട് വച്ചിരുന്ന വല എടുത്തുകൊണ്ട് വന്നിട്ട് മീനുകളെ മാറ്റിക്കൊണ്ടിരിക്കുവാണ്. ഇതുപോലെ ഇനിയും ഒരു വല കൂടി ഇട്ടിട്ടുണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെ ഒരുപാട് പേരുണ്ട് കേട്ടോ. ഈ ഒരു കായലിൻ്റെ ഭാഗം ഇങ്ങനെ നിറഞ്ഞു കിടക്കുന്നുണ്ടല്ലോ. ഇതിൻ്റെ പല ഭാഗത്തു നിന്നായിട്ടും ആൾക്കാരെല്ലാം കൂടെ വരുന്ന ഈ ഒരു കടവിലേക്കാണ്. നേരെ വെളുത്ത് വരുന്നതേ ഉള്ളൂ. അതിനെക്കൊണ്ട് പൂർണ്ണമായിട്ടും മഞ്ഞും കാര്യങ്ങളൊന്നും പോയിട്ടില്ല. വെള്ളത്തിൻ്റെ ആ ഒരു ഭാഗമൊക്കെ ക്ലിയർ ആയിട്ട് കാണാൻ പോലും പറ്റുന്നില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ ചേട്ടൻ ഇങ്ങനെ അടുത്ത വല എടുക്കാൻ വേണ്ടി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു കാടിൻ്റെ സൈഡിലോട്ടാണ് ചേട്ടൻ പോകുന്നത്. അപ്പോൾ അവിടെയൊക്കെ വല ഇങ്ങനെ വിസ്താരത്തിൽ ഇട്ട് വെച്ചിരിക്കുകയായിരിക്കും. ഇതിൻ്റെ ഇടയിലൊക്കെ നല്ല അടിപൊളിയായിട്ടുള്ള മീനുകളുണ്ടാവും. അപ്പോൾ അവർക്ക് മാത്രമേ അറിയത്തുള്ളൂ എന്തൊക്കെ സാധനമായിരിക്കും ഇവിടെ നിന്നൊക്കെ കിട്ടുക എന്നുള്ളത്. ഞാൻ വന്ന അതേ സമയത്ത് മറ്റൊരു ഫാമിലി കൂടി ഇവിടെ വന്നായിരുന്നു മീൻ മേടിക്കാൻ വേണ്ടിയിട്ട്. അവരാണ് അതിൻ്റെ ആ ഒരു സൈഡിലായിട്ടിരിക്കുന്നത്. ഇത് കടവിൻ്റെ സൈഡിലായിട്ട് കായലിൽ നിന്ന് മാറ്റിയ മണൽ കൂട്ടിയിട്ടിരിക്കുകയാണ്. ഇതിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ കായൽ കാണാൻ വേണ്ടി നല്ല ഭംഗിയുണ്ട്. സൈഡിലൊക്കെ ഒരുപാട് കിട്ടുന്ന സ്പോട്ടുകളൊക്കെ ഉണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഇത്ര രാവിലെ ഒരു കായലിൻ്റെ സൈഡിൽ ഇങ്ങനെ നിൽക്കുന്നത്. മുരുക്കുംപുഴ സ്റ്റേഷൻ വഴി ട്രെയിൻ പോകുന്ന സൗണ്ടാണ് നമ്മൾ കേൾക്കുന്നത്. ആ ഒരു സൗണ്ടോടുകൂടി മറ്റൊരു വള്ളം ഈ ഒരു കടവിലേക്ക് വന്നിരിക്കുവാണ്. മീൻ പിടിക്കുന്നതിൻ്റെ തലേ ദിവസം തന്നെ കായലിൽ വലയെല്ലാം സെറ്റാക്കി വയ്ക്കും. ഏകദേശം സന്ധ്യാസമയത്തോടു കൂടി ഇവർ പണിക്കിറങ്ങും. പിന്നെ എല്ലാം സെറ്റാക്കി വെച്ചതിന് ശേഷം വെളുപ്പാങ്കാലത്തെ പോയിട്ടാണ് ഈ വലകൾ ഓരോന്നായിട്ട് എടുത്തുകൊണ്ട് വരുന്നത്. അനിയും ചേട്ടനും ചിലപ്പോൾ അനിയും കൂടെ അയക്കുപൊളിക്കാനെ കൊണ്ടുപോകണം. അന്ന് വലിയ പെണ്ണ കൂടെ വരുമ്പോൾ ഇവിടെ കാറിലും വേഗം തൂക്കിയാ പണം കൊണ്ടുവന്നു. 2-3 മൂവായിരം ഒരു ചായ വാങ്ങിച്ചു കൊടുക്കാൻ ആരും അങ്ങനെ മക്കളെ അതിനെ കൊണ്ട് കൊടുക്കുമായിരിക്കും.
പാണ്ടിക്കാർ വന്ന് കിടന്നേണ്ട ഇങ്ങോട്ടുള്ളവർ വലയിൽ നിന്ന് മീനുകൾ മാറ്റിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഇപ്പോൾ തന്നെ നോക്കുമ്പോൾ കുറേയേറെ മീനുകളൊക്കെ വള്ളത്തിൽ കിടപ്പുണ്ട്. ഞണ്ട് കിടപ്പുണ്ട്, കരിമീൻ, സിലോപ്പിയ, കുറച്ച് കൊഞ്ച്, പിന്നെ വലയിൽ നിന്ന് മീനുകൾ മാറ്റിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അതിനകത്ത് തന്നെ അമൂറൊക്കെ ഉണ്ടെന്നാണ് ചേട്ടൻ പറയുന്നത്. പിന്നെ നല്ല സമയമെടുക്കുന്ന ഒരു പരിപാടിയാണ്. ചില സമയങ്ങളിൽ വലകൾ കീറിപ്പോവുകയും ചെയ്യും. മാക്സിമം ഒരു 3-4 പ്രാവശ്യമൊക്കെ ആകുമ്പോൾ വലയുടെ പരിപാടി കഴിയുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ കൊഞ്ചൊക്കെ പിടിച്ചിരുന്ന് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഞണ്ടൊക്കെ പിടിച്ചിരുന്ന് കഴിഞ്ഞാൽ വലിയ പാടാണ് ഇതിൽ നിന്ന് ഇങ്ങനെ മാറ്റിയെടുക്കാനായിട്ട്. ഈ മീനെല്ലാം കൂടെ ഏകദേശം ഒരു 700 രൂപയാണ് ചേട്ടൻ ചോദിക്കുന്നത്. മീൻ മാറ്റിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. പിന്നെ ബാക്കി നമ്മൾ മേടിക്കുന്ന കണക്കാണ്. നമുക്കൊരു വില പറയാൻ പറ്റും. നിങ്ങൾ എത്ര പേരുണ്ട്? നമ്മളെ കണക്കല്ലാതെ കോരുന്നവരുണ്ട്. വെള്ളത്തിൽ ഇറങ്ങി റൗണ്ട് അടിച്ച് കേട്ടില്ല. ഞാൻ പാതി പറഞ്ഞു. എൻ്റെ വിലയുടെ പാതി ഞാൻ പറയും. പാതിയെ പറയുള്ളൂ. വിലയുടെ പകുതിയെ പറയും. വേണോ? 1300 രൂപ. അല്ല പറ, ഇത് കുഴപ്പമില്ല, പറ. രണ്ട് വേണോ? രണ്ട് വേണോ? ഇത് കിലോ വിലയാണോ അത്? ആ കിലോ. കിലോ എത്ര വരും? 2,400. 2,600. ഒരു കിലോ. ഇപ്പം ഇതിന് ഏകദേശം എത്ര വരും? ഇത് 1 കിലോ ഉണ്ടെങ്കിൽ ഇത് 1 കിലോ വരില്ല. 900 വരെ ഉണ്ട്. ഏകദേശ കണക്ക് എത്ര ഉദ്ദേശിക്കുന്നത്? ഇത് പിന്നെ 1600 റേറ്റിൽ പോകുന്നുണ്ട്. 1 കിലോയുടെ ഒരെണ്ണം തന്നെ വേണം. 1 കിലോ തികഞ്ഞാൽ 2,600. സ്വല്പ നേരം കഴിഞ്ഞാൽ 1500. ബക്കറ്റില്ലേ? ആ ഇതിനകത്ത് ഭയങ്കര ടേസ്റ്റാണ്. എല്ലാം വില പിടിച്ചിട്ട് വരാ. ഞാൻ പിടിച്ചിട്ട് വരാൻ എന്തായാലും 4 കിലോ മീനാണ്. അതെ, പടയ്ക്കുന്നുണ്ട്.
ഒരു മെക്സി എന്ന് പറഞ്ഞൊരു കുട്ടി അവിടെ വർക്ക് ചെയ്തു. നീ ഒന്ന് പറഞ്ഞായിരുന്നു ഒരു 13 കിലോമീറ്റർ 18 കിലോമീറ്റർ ഇവിടെ നിന്ന് ഞാനൊക്കെ പോയി. ഒരു നല്ല രസമുണ്ട്, ഫാമുള്ള സ്ഥലം, ഏരിയ നല്ല സൂപ്പർ സ്ഥലം കാണാൻ. കരിമീൻ മാത്രോടോ? ഈ വെള്ളത്തിൽ ഇതിൽ അനക്കോല് എന്ത് നല്ല ഫുള്ള നിക്കണ നോക്കടാ. കണ്ടോണ്ട് വാ. കണ്ടാ ഞങ്ങള് കണ്ടോടാ? നല്ല ജെരിസ് തന്നെ കൈ. അവസാനം വീട്ടിലെ അമ്മച്ചിയൊക്കെ ഇറങ്ങി. അവസാനം പാളി ചേച്ചി പൊക്കളഞ്ഞു. യുദ്ധത്തിന്റെ ആളിനിറങ്ങി ആര് കേട്ട ഞണ്ട് കൊഞ്ചി ചള്ള വങ്കട നാലു ചാവറ്റ വങ്കട കൂടി ആര് ചോദിച്ചാല് എല്ലാം അമ്മൂറ് സഹിതം ഉണ്ട്. ചോദിച്ചാല് ആ വെള്ളത്തിൽ ഇറങ്ങാൻ പോവാ ആളിട്ട്. പിന്നെ അവൻ മനസ്സറിഞ്ഞ് തന്നെയല്ലേ. എന്തിനടുത്ത് തട്ടാൻ പറഞ്ഞത് നീ? ഓടണ ഓട്ടങ്ങൾ നീ പോവാൻ നോക്കിയ പുല്ലിഞ്ഞ വിട്ടു. വേണം പോകണം. നിന്നെ കെട്ടിയതല്ലേടാ, പിന്നെ നീ എന്തിനു ചാടാനിക്കണം? നിങ്ങളാ ഞാൻ പറഞ്ഞ് പുതിയ ഇടക്കെട്ട് വല കെട്ടിയിറക്കുന്നുണ്ട്. ആ വലയാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് കൊടുത്ത കൊണ്ട് പറഞ്ഞ് അത് വലുതാണ്, ചെറുത് പോകില്ല, വലുത് പോകില്ല. കായലിൻ്റെ പല ഭാഗത്തു നിന്നും വള്ളങ്ങൾ കടവിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി തിരക്കുകൾ കൂടും. പിന്നെ പല സൈഡിലായിട്ട് വലകൾ എടുത്തുകൊണ്ടിരിക്കുന്നവരെയും കാണാം. വള്ളത്തിൽ പൈസ ഇട്ട് ഞാൻ എടുത്തറിഞ്ഞോ? അത് കയ്യിൽ തന്നെ മേടിക്കുന്ന 600 രൂപ ഉണ്ടായിരുന്നു. എന്ന് ചുമ്മാ നീ പൈസ ആളുകളെ പിച്ചാത്തി കഴുത്ത് കണ്ടിട്ടുള്ള ആ ചൊണ്ണയും പാരയില്ലേ, നീ അതിന് വില പറഞ്ഞിട്ടില്ല. പിന്നെ അത് ആരും ഇപ്പൊ അടിക്കാനാക്കണം.
എന്ത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടാണ് ഞാൻ വില പറഞ്ഞത്. ഞാൻ അതിന് നീ വില പറഞ്ഞില്ലല്ലോ. എത്ര അയ്യാറുണ്ടായി എനിക്കും ഞാനും അങ്ങനത്തെ അവിടെ ഇത് എത്ര ചോദിക്കണം? എത്ര ചോദിക്കണം? 1500 രണ്ടും എല്ലാം കൂടെ എല്ലാം കൂടെ. കരിമീനുണ്ടല്ലേ? ആ എത്ര ഈ ഒരു കടവിൽ ഇങ്ങനെ നിൽക്കാൻ തന്നെ നല്ല ഒരു പ്രത്യേക സുഖം തോന്നുന്നുണ്ട്. ഒരുപാട് വള്ളങ്ങൾ പോകുന്നുണ്ട്, അതുപോലെ തന്നെ പക്ഷികൾ, ആ ഒരു കായലിൻ്റെ വെളുപ്പിലുള്ള ആ ഒരു ഭംഗിയും, മൊത്തത്തിൽ ഒരു പ്രത്യേകത നിറഞ്ഞ ഒരു സ്ഥലം. എത്ര നേരം വേണമെങ്കിലും ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കാൻ പറ്റും. വള്ളങ്ങളിൽ മീൻ കൊണ്ടുവരുന്നതും കച്ചവടം ചെയ്യുന്നതൊക്കെ കാണാൻ ഒരു പ്രത്യേക സുഖം തന്നെയാണ്. ഇത് ഞണ്ട് മാത്രമാണോ തോന്നുന്നത്? ഞണ്ട് മാത്രം? ഞണ്ട് മാത്രമാണോ? എത്ര ഞണ്ട് മാത്രം? രണ്ടും എല്ലാം കൂടെ 1000 രൂപ. ഇതെന്താ പറ്റ സാധനം? പൈസ കടവിലിപ്പോൾ കുറച്ച് ആൾക്കാരൊക്കെ കൂടിയിട്ടുണ്ട്. എന്നാലും കച്ചവടക്കാരാണ് കൂടുതലായിട്ടുള്ളത്. പുറത്തുനിന്ന് മീൻ പിടിക്കാനായിട്ട് വരുന്നവർ വളരെ കുറവാണ്. ചില ദിവസങ്ങളിൽ ഇങ്ങനെയാണ്. ഇപ്പോൾ സീസണൊന്നും കറക്റ്റ് അല്ലാന്നാണ് തോന്നുന്നത്. അതിനെ കൊണ്ടൊക്കെ ആയിരിക്കാം. എന്തായാലും മീനിൻ്റെ ലാഭവും കാര്യങ്ങളൊക്കെ സ്ഥിരമായിട്ട് മേടിക്കുന്ന നിങ്ങളെപ്പോലെയുള്ളവർക്കേ അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതെന്തായാലും കമൻറ്റ് ചെയ്യുക, ഇവിടുത്തെ വിലയും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് എങ്ങനെയുണ്ട് എന്നുള്ളത്. ചാളേടാ
മുന്നൂറ്റമ്പത്. മുന്നൂറ്റമ്പത് രൂപ. മുന്നൂറ്റമ്പത്. ഇരുന്നൂറ് രൂപ. 250. 250. രാത്രി ഇപ്പൊ വിളിക്കണം. 250. 250 രൂപ. 250. 450 ഉറപ്പില്ല. പിന്നെ കിടന്ന് ചരുവത്തിൽ തട്ടിയിട്ട് കുസ്തി കൂടരുത്. പൈസ തന്നതിന് ശേഷമേ തരുവുള്ളൂ. മീനെടുക്കുന്നവർ എണ്ണൂറ് പറയണോ? പൈസ കൊണ്ടിച്ചല്ല ബാബാ. അപ്പം 100 രൂപ തന്നാൽ മതി. ആരായിരുന്നാലും 100 രൂപ തന്നാൽ മതി. കൊഞ്ചുണ്ട്. എഴിച്ചു വന്ന് നോക്കി. ജിലേബി എത്ര 500 രൂപ? നമുക്ക് ഇത്ര മനസ്സാക്ഷി ഇല്ലാതായി പോയല്ലേ എന്നെ. പിന്നെ വേണ്ട ആരെങ്കിലും പറഞ്ഞിടായി വില പറഞ്ഞോട്. വിലയൊക്കെ ഞങ്ങൾ പറഞ്ഞു. ഇപ്പത്തെ മീനിന്റെ അനുസരിച്ചാണ് ഞങ്ങൾ പറഞ്ഞ് പറയുന്നത്. ഇല്ല, പെണ്ണുങ്ങൾ നടന്ന് വരണമല്ലേ? എനിക്ക് ഇടാൻ വയ്ക്കാൻ അവിടുത്തെ പെണ്ണുങ്ങളൊന്നും മീൻ വാങ്ങിക്കും. വാ ചേച്ചി, വാ ചേച്ചി, വാ. 200 രൂപ കുറച്ചിട്ടാണ് വിളിക്കണത്. സജി പറയും പോലെ 200 രൂപ. അല്ല, ഒരേ കണക്കാണ് കോഴി വെച്ചേക്കണേ. ചേട്ടേ വാ, ഓടി വാ. 200 രൂപ. ഒരപ്പ എല്ലാ ഐറ്റം ഉണ്ട്. ചള്ളയുണ്ട്, പ്രാച്ചി, ആവോലിയൊക്കെ ഉണ്ട്. അതിന്റെ കുരപ്പ, നൊണ്ണ,
ചള്ള, പള്ളത്തി, പാര, പ്രാച്ചി, വളർത്ത് മീൻ ഉൾപ്പെടെ ഉണ്ട്. വളർത്ത് മീൻ ഉൾപ്പെടെ ഉണ്ട്. ഇതാണ്ട് കണ്ണാടി മീൻ. നിനക്ക് ഞാൻ മീനെ കൊണ്ട് പറ്റിയല്ല, നിനക്ക് വെള്ളം എടുത്ത് തരാനാണ് ഞാൻ ഇവിടെ നിൽക്കണത്. അവർക്ക് അവരെ കാര്യം മാത്രം നോക്കിയാൽ മതി. അവരത്തെ മാറ്റമില്ല. പോവാ രണ്ടെണ്ണം വേണം. ലാസ്റ്റ് വല്ല 100 രൂപ 100 രൂപയ്ക്ക് ഉണങ്ങി അടിക്കും. 100 രൂപയ്ക്ക് വേണോ? കൊണ്ടുവേണോ? വീട്ടിൽ വല്ല പട്ടിയ പൂച്ചൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ വ്യാപിച്ചു കൊടുക്കാം. പൊരിക്കാനും എടുക്കാം. പിന്നെ ഞാനൊന്നിടെ കൊണ്ടുപോകും. നമ്മളോടൊരു 3 എണ്ണം ഉണ്ട്. കുറേശ്ശെ എടുത്ത് അരിയും കൂടെ ഇട്ടിട്ട് വ്യാപിച്ച് മഞ്ഞപ്പൊടി ഇട്ടൊക്കെ വെച്ച് കൊടുത്തത് അവർ പോയിട്ടടിച്ചു. വലുതാവേണ്ടായിരുന്നു. ഇതിത്ര തന്നെ. ആ ഇത് ശകലം കൂടെ ആവുള്ളൂ. ഇത് എൻ്റെ ഇത് കൊള്ളത്തി. അത് കാര്യമില്ല. ഒരാൾ വരണം. അത് 10 രൂപ രാജു. $500 വരച്ചില്ലേ ഇതാണ്. $500 $500 $500 $600 $700 $750 $750 $750 $750 $750 $750 $750 ചെറുതായിട്ട് അതല്ല 750 750 750 മീനുണ്ട്. നിങ്ങൾ നോക്കിയാണ് അടുത്തേക്ക് അവര് പൊടിയുണ്ട് വലുതുണ്ട്. 750 എല്ലാം 800 850 850 അന്വേഷിച്ചു വേണേ. കച്ചവടക്കാർ പറഞ്ഞ വില ഞങ്ങൾക്ക് വിലയില്ല. ഞങ്ങൾ പറഞ്ഞ വില എന്തായാലും നിങ്ങൾ അറിയില്ല. അപ്പൊ നിങ്ങൾ നല്ല മീൻ നോക്കി വില പറഞ്ഞടിക്കണ്ട. പായന്
മറ്റേ അവര് അവിടെ പൊടിയെന്നല്ലേ കാക്ക എടുത്തോണ്ട് പോകും. ഇത് 100 ഇത് 300 കൂലിയും എല്ലാം ഉണ്ട്. അത് 300 ഇത് 100 400 250 രൂപ പറയാനല്ലോ ഞാൻ പറഞ്ഞാൽ കിടക്കുന്നത് വിളിക്കട്ടെ 1 രൂപ കിലോ എടുത്തോട്ട് കുറച്ച് രൂപ വിളിക്കണം. രണ്ടും കൂടെ 500 500 രണ്ടും കൂടെ 500 550 550 രൂപ 550 550 രൂപ 550 600 രാമേശം 600 രൂപ 600 രൂപ 600 കൊഞ്ചെടുക്കല്ലേ ചേട്ടാ 600 രൂപ 600 ആ നൊത്തോലി വാടിയാല് 600 രൂപ 600 ആ നൊത്തോലി വേറെ ഈ നൊത്തോലി വേറെ അത് വെള്ളം ആണ് പറഞ്ഞത് 600 എന്നാ കളവേ 550 കളവിയെല്ലാം പറയും ഒന്നും വിടാതെ ഇരിക്കുന്ന ചാരുകാർക്ക് നല്ല മീനല്ലേ ഇതിനൊക്കെ ഇതിങ്ങനെ മീൻ കൊണ്ട് വെച്ചിട്ട് അവിടെ അത്രയും എടുത്ത് വരുന്നേ നോക്കി ഇങ്ങനെ തരും അടിപൊളി ചള്ള 400 രണ്ടും കൂടെ 400 രൂപ 450 രൂപ 450 രണ്ടും കൂടെയാണ് ഇറങ്ങി 450 രൂപ 450 എന്താ പോയെന്നേ 450 600 രൂപ 650 650 രൂപ 650 വാ ചള്ളയും പരിച്ചിലാണ് 650 രൂപ. ഇവിടെ നിന്നപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്, ഇവിടെ പല രീതിയിലാണ് മീൻ പിടിക്കുന്നത്. ഡയറക്റ്റ് നമ്മളെ പോലെയുള്ളൊരു മീൻ പിടിക്കാൻ വരുമ്പോൾ വള്ളക്കാരിൽ നിന്ന് വേറൊരു വിലയ്ക്കും കച്ചവടക്കാരെടുക്കുന്നത് അവരുടേതായിട്ടൊരു വിലയ്ക്കുമാണ്. അപ്പോൾ സ്ഥിരമായിട്ട് വരുന്നവരാണ് കച്ചവടക്കാർ. അതിനെക്കൊണ്ട് അവരെ വെറുപ്പിക്കാൻ പറ്റത്തില്ല. അവർക്കൊരു രഹസ്യ ഡീലുണ്ട്. ചില സമയങ്ങളിലുള്ള കച്ചവടങ്ങളുടെ വിലകൾ എനിക്ക് കിട്ടിയിട്ടില്ല, കാരണം അവരെ രീതിയിലാണ് കച്ചവടം ചെയ്യുന്നത്. ചില സാധനങ്ങൾ അവർ നല്ല രീതിയിൽ ലേലം പിടിച്ചെടുക്കുന്നുണ്ട്, അതൊക്കെ നമുക്ക് കാണാൻ പറ്റി. അപ്പോൾ പല മീനുകളും ഇവിടെ ഏകദേശം ഒരു 500 600 അല്ലെന്നുണ്ടെങ്കിൽ 800, അപ്പോൾ ആ ലെവലിലൊക്കെയാണ് കച്ചവടക്കാരെടുക്കുന്നത്. പിന്നെ അതിൽ താഴ്ന്ന ചെറിയ ചെറിയ മീനുകളൊക്കെ 300 250 100 രൂപയ്ക്ക് വരെ മീൻ കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ഈ ഒരുപാട് മിക്സ് ചെയ്ത് വരുന്ന മീനുകളാണ് വലുതായിട്ട് വിലയില്ലാതെ പോകുന്നത്. വലിയ വലിയ മീനുകളാണെന്നുണ്ടെങ്കിൽ ഏകദേശം 1000 രൂപ വരെയൊക്കെ വരും. പിന്നെ ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ നല്ല ലേലം വിളിയും കാര്യങ്ങളൊക്കെ നടക്കും. പ്രത്യേകിച്ച് ഇവിടെ ലേലം വിളിക്കാനായിട്ട് കച്ചവടക്കാർക്കിടയിലുള്ള സംസാരവും കാര്യങ്ങളൊക്കെ ഒരു പ്രത്യേക സ്റ്റൈലൊക്കെ ഉള്ളതാണ്. അപ്പോൾ അത് കേട്ടിട്ട് ആരും ഒന്നും വിചാരിക്കരുത്. അപ്പോൾ എന്തായാലും നമുക്കൊരു പുതിയ വീഡിയോയുമായിട്ട് ഉടനെ കാണാം. ഗുഡ് ബൈ.